നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ഒരു സ്വർണ്ണ വിശേഷം ഞാൻ പറയാം. നമ്മുടെ സ്വർണത്തിൻ്റെ വില ഓരോ ദിവസവും പിടിച്ചാൽ കിട്ടാത്തതുപോലെ റോക്കറ്റ് പോലെ ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു 1000 രൂപ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഒരു 2500 രൂപ കൂടിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് സ്വർണ്ണം കയ്യിലുള്ളവർ വളരെ സന്തോഷത്തിലാണ്. എന്നാലും നമ്മുടെ കയ്യിലും കാതിലും അല്ലെങ്കിൽ വീട്ടിൽ അലമാരയിലും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകുമോ എന്നതാണല്ലോ നമ്മളിൽ പലരുടെയും അതിയായ ആശങ്ക. അത് തടയാനായിട്ട് നമ്മൾ സ്വർണം മുഴുവനും കൊണ്ട് ലോക്കറുകളിൽ വെക്കുന്നു. കൂടാതെ വീടും പരിസരവും എല്ലാം CCTV ക്യാമറകൾ ഘടിപ്പിച്ച് നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ബുദ്ധിമാന്മാരായ കള്ളന്മാർ വീട്ടിലേക്ക് കയറി സ്വർണം എടുത്തുകൊണ്ട് പോകുന്നു. പലർക്കും സ്വർണം നഷ്ടപ്പെടുന്നു. നമ്മൾ മലയാളികൾക്ക് സ്വർണം എന്നത് വെറുമൊരു ആഭരണം മാത്രമല്ല, നമ്മളുടെ ഏറ്റവും വലിയൊരു സമ്പാദ്യം കൂടിയാണ്, അല്ലേ? എന്നാൽ നിങ്ങൾ കഷ്ടപ്പെട്ട് വാങ്ങിയ സ്വർണം മോഷണം പോയാൽ എന്തു ചെയ്യും? ഇനി ആ പേടി വേണ്ട. സ്വർണ്ണ വിപണിയിൽ വിപ്ലവകരമായ ഒരു മാറ്റവുമായി വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും. സ്വർണത്തിന് ഇനി മുതൽ സോൾഡ് ടാഗ് എന്നൊരു സംവിധാനം വരാൻ പോവുകയാണ്. എന്താണ് ഈ സോൾഡ് ടാഗ്? ഇത് നിങ്ങളുടെ കൈവശമുള്ള സ്വർണത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇന്നത്തെ വീഡിയോയിൽ നമുക്കിത് വളരെ ലളിതമായി മനസ്സിലാക്കാം. നിലവിൽ നമ്മൾ സ്വർണം വാങ്ങുമ്പോൾ അതിൽ BIS ലോഗോ, പരിശുദ്ധി, ഒപ്പം 6 അക്കമുള്ള ഒരു HUID കോഡ് എന്നിവയുണ്ടെന്ന് ഉറപ്പുവരുത്താറുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ സ്വർണം വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ വല്ലതും ഉണ്ടോ? ജ്വല്ലറിയുടെ പേര് പോലും അതിലുണ്ടാവില്ല. എന്നാൽ ഇപ്പോൾ പലതരത്തിലുള്ള മാർക്കിങ്ങുകളൊക്കെ നമ്മുടെ സ്വർണത്തിൽ വരാറുണ്ട്. അത് രണ്ടാമത് സ്വർണം വിൽക്കാനായി പോകുമ്പോൾ അല്ലെങ്കിൽ പണയം വെക്കാനായി പോകുമ്പോൾ ഇതിൻ്റെ പരിശുദ്ധി കണക്കാക്കാൻ ഉപയോഗിക്കുന്നു. എന്നാൽ ഇനി മുതൽ നിങ്ങൾ ഒരു ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങുമ്പോൾ ആ പ്രത്യേക ആഭരണത്തിൻ്റെ HUID കോഡ് കേന്ദ്ര സർക്കാരിൻ്റെ ഡേറ്റാബേസിൽ തത്സമയം സോൾഡ് അഥവാ വിറ്റഴിക്കപ്പെട്ടു എന്ന് വ്യാപാരികൾ രേഖപ്പെടുത്തും. അതായത് നിങ്ങളൊരു 1 പവന്റെ മാലയോ കമ്മലോ മോതിരമോ ഏതെങ്കിലും ഒരു സ്വർണ്ണാഭരണം വാങ്ങിയാൽ വാങ്ങുന്ന നിമിഷം തന്നെ ആ സ്വർണ്ണാഭരണത്തിലുള്ള കോഡ് പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ ഡേറ്റാബേസിൽ ഈ കോഡ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന സ്വർണം ആഭരണം വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തും. അങ്ങനെ ചെയ്യുന്നതോടെ ആ സ്വർണത്തിൻ്റെ കോഡ് കേന്ദ്ര സിസ്റ്റത്തിൽ പൂർണ്ണമായും ലോക്ക് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് നമുക്കെന്ത് ഗുണമുണ്ടാകാനാണ് എന്നാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ വിചാരിക്കുന്നത്, അല്ലേ? എന്നാൽ പറയാം. ഈ പുതിയ നിയമം വരുന്നതുകൊണ്ട് നമ്മൾ സാധാരണക്കാർക്ക് പ്രധാനമായും 3 വലിയ ഗുണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ഗുണം, മോഷണം തടയാൻ. മോഷണം പോയ സ്വർണം കള്ളന്മാർക്ക് ഇനി രാജ്യത്തെവിടെയും എളുപ്പത്തിൽ വിൽക്കാൻ കഴിയില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം. നിങ്ങളുടെ സ്വർണം നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ അത് BIS പോർട്ടലിൽ ഫ്ലാഗ്ഡ് അല്ലെങ്കിൽ സ്റ്റോളൻ എന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. മോഷ്ടാവ് ഈ സ്വർണം ഏതെങ്കിലും ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിൽക്കാനോ മാറ്റിയെടുക്കാനോ ശ്രമിച്ചാൽ അവിടെ സ്കാൻ ചെയ്യുമ്പോൾ ആ സ്വർണം മോഷ്ടിക്കപ്പെട്ട സ്വർണമാണെന്ന് സിസ്റ്റം വഴി വ്യാപാരിക്ക് ഉടനടി മുന്നറിയിപ്പ് കിട്ടും. ഇനി രണ്ടാമത്തെ ഗുണം ഇതാണ്. പഴയ സ്വർണം മാറ്റിയെടുക്കുമ്പോൾ ഇനി പഴയ പേപ്പർ ബില്ലുകൾ, പണ്ട് വാങ്ങിയപ്പോൾ കിട്ടിയ ബില്ലുകൾ അന്വേഷിച്ച് നിങ്ങൾ നടക്കേണ്ട കാര്യമില്ല. ജ്വല്ലറിക്കാർ HUID കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശവും പരിശുദ്ധിയും സംബന്ധിച്ച വിവരങ്ങൾ ഡിജിറ്റലായി പരിശോധിക്കാൻ അവർക്ക് സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ, മുൻപ് നമ്മളൊരു സർക്കാർ ഓഫീസിൽ ഒരു ചെറിയ കാര്യം സാധിക്കാനായി പോകുമ്പോൾ പോലും റേഷൻ കാർഡ് തൊട്ട് കയ്യിലുള്ള എല്ലാ രേഖകളും കരുതുമായിരുന്നു, പലതരം പേപ്പറുകൾ, അല്ലേ, കോപ്പികളായിട്ട്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഒരു ആധാർ കാർഡ് അതുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം അതിനകത്തുള്ളത് കൊണ്ട് മറ്റു പല പേപ്പറുകളും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ പഴയ സ്വർണം വിൽക്കാനായി പോകുമ്പോൾ പഴയ ബില്ല് തപ്പി നടക്കേണ്ട കാര്യമില്ല. ഈ സ്വർണത്തിന്റെ പിന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലോഗോ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഈ സ്വർണം എപ്പോൾ വാങ്ങിച്ചു, എവിടെ നിന്ന് വാങ്ങിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിലുണ്ടാവും. അപ്പോൾ ബില്ലില്ലാതെ സ്വർണം വാങ്ങുന്നതും വിൽക്കുന്നതും പൂർണ്ണമായിട്ട് ഇനി മുതൽ ഇല്ലാതാകാൻ പോവുകയാണ്. ഇനി മൂന്നാമത്തെ ഗുണം, വ്യാജ സ്വർണത്തിന്റെ വിൽപ്പന പൂർണ്ണമായും തടയാൻ പറ്റും. ഒരു തവണ സിസ്റ്റത്തിൽ വിറ്റതായി ലോക്ക് ചെയ്യപ്പെട്ട ഒരു കോഡ് ഉപയോഗിച്ച് വ്യാജമായി മറ്റൊരു ആഭരണം ഉണ്ടാക്കാൻ ഇനി ആർക്കും കഴിയില്ല. അപ്പോൾ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുമ്പോൾ നിങ്ങൾ സ്വർണം വാങ്ങാൻ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്. നിങ്ങൾ വാങ്ങുന്ന സ്വർണത്തിന്റെ HUID കോഡ് വ്യാപാരി കേന്ദ്ര പോർട്ടലിൽ സോൾഡായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ആ കോഡ് നിങ്ങളുടെ ബില്ലിൽ, ഇൻവോയ്സിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും നിങ്ങൾ ഉറപ്പുവരുത്തണം. അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ആ നമ്പറിൽ മറ്റൊരു ജുവലറി ആരെങ്കിലും നിർമ്മിക്കാൻ സാധ്യതയുണ്ട്. സ്വർണം വാങ്ങുമ്പോൾ നിങ്ങളുടെ സ്വന്തം മൊബൈൽ നമ്പർ തന്നെ നൽകി നിങ്ങൾ ലിങ്ക് ചെയ്യണം. ഭാവിയിൽ ഈ സ്വർണം മാറ്റിയെടുക്കുമ്പോഴോ വിൽക്കുമ്പോഴോ സുരക്ഷയുടെ ഭാഗമായി നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന SMS അല്ലെങ്കിൽ OTP ആവശ്യമായി വരുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കാതെ വരികയും വിൽപ്പനയോ മറ്റും നടക്കാതെയും പോകാം. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്വർണത്തിന്റെ വിവരങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ BIS കെയർ ആപ്പ് എന്ന സർക്കാർ ആപ്പ് ഉപയോഗിച്ച് സൗജന്യമായി എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാനും കഴിയും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക,
ഹാൾമാർക്കിംഗ് കോഡ് ഇല്ലാത്ത പഴയ സ്വർണ്ണങ്ങളെ ഈ നിയമം ബാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങളിൽ ചില ബുദ്ധിമാന്മാർ ഇപ്പോൾ ഓർത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥയും കൂടെ ഞാൻ പറഞ്ഞേക്കാം. മോഷ്ടിക്കപ്പെട്ട സ്വർണം കള്ളന്മാർ കൊണ്ടുപോയി ഉരുക്കി വിറ്റാലും ഈ സിസ്റ്റം വഴി ട്രാക്ക് ചെയ്യാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. സ്വർണം മോഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ നഷ്ടപ്പെട്ട അതേ രൂപത്തിൽ ഒരു ജുവലറിയിൽ ചെന്നാൽ മാത്രമേ നമുക്ക് ഇത് കണ്ടെത്താൻ ആവുകയുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതാധ്വാനമായ സ്വർണത്തിന് സർക്കാർ നൽകുന്ന വലിയൊരു ഡിജിറ്റൽ സുരക്ഷാ കവചമാണ് ഈ സോൾഡ് ടാഗ് റൂൾ. അപ്പോൾ ഈ സുപ്രധാനമായ വിവരം സ്വർണം വാങ്ങാനും സൂക്ഷിക്കാനും ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം കൃത്യവും സത്യസന്ധവുമായ വിവരങ്ങൾ അറിയുവാനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു വിഷയവുമായി കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.